നമസ്കാരം. അവർക്ക് പേയിളകിയിരിക്കുകയാണ്. ശരിക്കും നീ അവരോട് എന്താണ് ചെയ്തത്? ഞാൻ സത്യം വിളിച്ചു പറയുകയായിരുന്നു. സത്യം എന്താണതിൻ്റെ അർത്ഥം? ഒരു പുഞ്ചിരിയോടെ പീലാത്തോസ് അവനെ ഉറ്റുനോക്കി. ഞൊടിയിടയിൽ യേശു ദുഃഖിതനായി. ഇതാണ് ലോകം. ഇത്തരക്കാരാണ് ലോകത്തിൻ്റെ അധികാരികൾ. സത്യത്തെക്കുറിച്ച് ആരാഞ്ഞ് ഒടുവിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നിക്കോസ് കസന്തസാക്കിസിൻ്റെ ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിലെ വരികളാണ് ഇത്. നുണകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിലെ പ്രാർത്ഥന. എ ന്യൂ കൈൻഡ് ഓഫ് ഫൂൾ എന്ന ക്രിസ്റ്റഫർ കൊയ്ലോയുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു അത്. ഞങ്ങളുടെ നുണകളുടെ പിതാവെന്നാണ് യേശു ഇരുട്ടിൻ്റെ അധികാരിയെ വിളിച്ചത്. കുലീനവും കവനീയവുമെന്ന് ധരിച്ചവയെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടം പിടിച്ച നുണകളെ കാണാം. വികസനമെന്ന പകിട്ടുള്ള വാൾപേപ്പർ എടുക്കൂ. അതിന് പിന്നിൽ ഓരങ്ങളിലേക്ക് എറിയപ്പെട്ടവരുടെ കഥകളുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് പിന്നെയും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയവരുടെ ദൈന്യതയുണ്ട്. കുടിയിറക്കപ്പെട്ടവരുടെ നിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നഗരങ്ങളിൽ മതിലുയർത്തിക്കെട്ടുക തങ്ങളുടെ ബാധ്യതയായി ഭരണാധികാരികൾ എണ്ണുന്നതും. 2016 പദമായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത് പോസ്റ്റ് ട്രൂത്ത് ആയിരുന്നു. സത്യാനന്തരം, പോസ്റ്റ് ട്രൂത്ത് ഇറ, സത്യാനന്തര കാലം. രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാനിപ്പുലേഷനുകളെയാണ് ആ പദം സൂചിപ്പിക്കുന്നത്. വസ്തുതകളും യുക്തികളും പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെടുകയും നുണ ക്ഷീരബല പോലെ ആവർത്തിച്ച് തിടപ്പെടുകയും ചെയ്യുന്നു. ഗവൺമെന്റ്സ് ആർ സപ്പോസ്ഡ് ടു ലൈ ടു ദെയർ സിറ്റിസൻസ് എന്ന് നോം ചോംസ്കിയുടെ കറുത്ത ഒരു ഫലിതവുമുണ്ട്. എന്തിനും ഒരു മറുവശമുണ്ടായിരിക്കുമെന്ന ലളിതമായ യുക്തി അട്ടിമറിക്കപ്പെടുന്നു. ഒരു അതർ സൈഡ് ഉണ്ട് എല്ലാത്തിനും. പുതിയ നിയമത്തിലെ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന യേശുവിൻ്റെ ക്ഷണത്തെ സാംസ്കാരികമായ ഒരു ജാഗ്രതയുടെ പാഠമായി കരുതിയാലും കുഴപ്പമില്ല. എല്ലായിടത്തും ഈ നുണകളുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്, വീട്ടകങ്ങളിൽ പോലും. എൻ്റെ ശാഠ്യങ്ങളൊക്കെ സ്നേഹമാണെന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവനവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകൾ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും വൈകാതെ ആത്മാദരം നഷ്ടമായി കടശിയിൽ സ്നേഹശൂന്യതയിലെത്തുമെന്നും കാരമാവസോവ് സഹോദരന്മാരിൽ ഫേദോർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം ഒരു റെഡി ടു കുക്ക് മിശ്രിതമൊന്നുമല്ല. വെയിലത്തുണക്കിയും പാറ്റിയും ഉരുളിലിട്ട് ഇടിച്ചുമൊക്കെ ക്ലേശങ്ങളിലൂടെ ചുട്ടെടുക്കേണ്ട അപ്പമാണ്. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ ചോദ്യം വെറുതെ കുശലമാണെന്ന് മനസ്സിലാക്കിയ യേശു നിശബ്ദനായത്. ചാരുകസേരയിൽ അലസമായിരിക്കുന്നവർക്ക് കുറിക്കാനുള്ളതല്ല അതിൻ്റെ ഉത്തരം. സത്യം സഞ്ചാരത്തിനായി ചെരിപ്പണിഞ്ഞ് തുടങ്ങുന്ന നേരത്ത് നുണ ലോകം ചുറ്റി മടങ്ങിയെത്തിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമസ്കാരം.